ഈ ഒരു പ്രവണതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ശരിക്കും മാധ്യമങ്ങളും കൂടിയാണ്. ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന അനാസ്ഥ, അതായത് ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിന് കാര്യമായ ഒരു പ്രസക്തി നൽകാത്ത ഒരു അനാസ്ഥ, അതിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ ഇപ്പോൾ ബാസിൽക്ക് തന്നെ മുമ്പ് ഒരു 20 അല്ല റിപ്പോർട്ടർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പറയുന്നത് ഒരു ചിദ്രത ഉണ്ടാക്കില്ലേ എന്നൊരു ചോദ്യം വന്നപ്പോൾ തിരിച്ചു ചോദിച്ചു, അപ്പോൾ നമുക്ക് എന്ത് വിയോജിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാതിരിക്കണം. ഉണ്ടാതിരിക്കണം എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി. ഇതാണ് ഈ മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിണ്ടാതിരിക്കണം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, വിയോജിപ്പുകൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നോളാം. സാറേ, ഒരു സ്വാഭാവികമായി എല്ലാവർക്കും ഉള്ള ഒരു അവകാശം പോലും മുസ്ലിമിന് കിട്ടാത്തൊരവസ്ഥ. കാരണം എല്ലാവർക്കും അവരുടേതായ കൺസേൺസ് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ മുസ്ലിം കൺസേൺ റേസ് ചെയ്താൽ ആയിക്കോട്ടെ, കൺസേൺ മെറിറ്റ് ഉള്ളതോ ഡിമെറിറ്റ്, പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞ കൺസേൺ ഇന്നതാണ്, അല്ലെങ്കിൽ അത് ഇപ്പൊ പറ്റൂല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ പറയാം. പക്ഷെ കൺസേൺ പറയുന്നത് നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൺസേൺ എന്തിനു റേസ് ചെയ്യുന്നു? നമ്മൾ കൺസേൺ പറഞ്ഞാൽ അത് ചിത്രതയാണ്. അത് കൺസേണിനെ പറ്റിയിട്ടുള്ള മെറിറ്റോട് ബന്ധപ്പെട്ട ചർച്ച ഒരു പ്രശ്നമല്ല. അത് ആര് പറഞ്ഞാലും അത് ചർച്ച ചെയ്യണം. പക്ഷേ കൺസേൺ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കൺസേൺ പറയുന്നത് എന്ന അർത്ഥത്തിലേക്ക് എന്ത് ചെയ്യുന്നു മുസ്ലിം പറയുമ്പോൾ ഈ ചോദ്യത്തിന് മാത്രമല്ല, ഇതിൽ എല്ലാ നിലക്കും ഇപ്പോൾ ഈ മുസ്ലിം ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളത് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ബോധ്യപ്പെടുത്തണം എന്നൊരു മാനസികാവസ്ഥ, ഇതൊക്കെ ഒരു മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് വരുന്നൊരു കാര്യമാണ്. അതായത് ആയിക്കോട്ടെ, എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കാര്യം വരുന്നു, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബാക്കിയുള്ള സമുദായങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിശ്വാസികൾക്കൊക്കെ എന്താ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, മതപരമായി എനിക്ക് പറ്റില്ല, ഖലാസ് കഴിഞ്ഞു. പക്ഷേ ഒരു മുസ്ലിം അത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ വിശദീകരിച്ച് അതിന്റെ ഹിക്കുമത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഹുക്കുമൊക്കെ പറഞ്ഞ് അതിന്റെ ഫിഖ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവർക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ആ കസേരയിൽ നിന്നുകൊണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അത് ചെയ്യാതിരിക്കാനുള്ള അവകാശം ഞങ്ങൾ പതിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ഈ പറഞ്ഞ ലിബറലുകളും അല്ലെങ്കിൽ ഈ ഇസ്ലാമോഫോബുകളും എന്ത് ചെയ്യണം? പതിച്ചു നൽകണം എന്നൊരു ഇതെന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇത് ബാക്കിയുള്ള ആർക്കും ഇല്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ ബീഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഈ ഇന്ത്യയിൽ ബീഫ് വിഷയം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ബീഫ് വിഷയം എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് ആർക്കെങ്കിലും ബീഫ് കഴിക്കണ്ടെങ്കിൽ അത് കഴിക്കേണ്ടത് അത് അവരുടെ കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവരോട് അത് പറയരുത് എന്നുള്ളതാണ് നമ്മൾ ആകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ ബീഫ് കഴിക്കുന്നില്ല? എന്നിട്ട് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഒരു ബ്രാഹ്മണനെ പിടിച്ചിട്ട് എന്താ നിങ്ങൾക്ക് ബീഫ് കഴിച്ചാൽ, ബീഫിന് പ്രോട്ടീൻ ഇല്ലേ, അത് അയാൾ ഇങ്ങനെ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് സാംസ്കാരികമായി ഇങ്ങനെ പറ്റൂല. അപ്പൊ അതെന്താ സാംസ്കാരികമായിട്ട് പറ്റാത്തത്? ഇത് 21ാം നൂറ്റാണ്ടല്ലേ? ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവരിലെ അവിടെ ചർച്ച ഇത്രേ ഉള്ളൂ. ബീഫ് കഴിക്കുന്ന ആളുകളെ ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിങ്ങളും കഴിക്കണ്ട എന്ന് പറഞ്ഞ് തടയാൻ ആരും വരേണ്ടതില്ല. അല്ല, വരുന്നതിന്റെ രാഷ്ട്രീയമായ ശരിയാണ് ചർച്ച ചെയ്യുന്നത്. അതേ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലാതെ ഇവരെന്തുകൊണ്ട് അത് കഴിക്കുന്നില്ല എന്ന് ചർച്ച ചെയ്യാറില്ല. എന്നാൽ മുസ്ലിം ആണെങ്കിലോ എല്ലാം വിശദീകരിക്കണം. ഈ ഒരു മെന്റാലിറ്റി തന്നെയാണ് പ്രശ്നം. കാരണം മുസ്ലിം എന്ത് ചെയ്യണം? എല്ലാത്തിനും ഒരു പൊതുസമൂഹം കൽപ്പിച്ച് നൽകുന്ന, അവർക്ക് കൊടുക്കുന്ന കുറച്ച് അവകാശങ്ങൾ അതിൽ ഒതുങ്ങി നിന്നോളണം. അതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്ത് ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, അവരുടെ സൗണ്ട് ഉയരാൻ പാടില്ല എന്ന ചിന്തയടക്കം എന്താണ് ഈ പറഞ്ഞ ഒരു ഇസ്ലാമോഫോബിയയുടെ തന്നെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും. അതൊരു നീഡ് പോലും റൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു. ഇത് വളരെ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. ഇത് വലിയ പ്രത്യാഘാതമുണ്ട്.